ഹലോ എവരിവൺ, ഐപ്ലസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള സെൽ ബയോളജിയുടെ കോൺസെപ്റ്റ്സിനെ ടെസ്റ്റ് ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്ന രീതിക്ക് നമ്മളൊരു 5 ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ പ്രോട്ടീൻ ട്രാൻസ്ലോക്കേഷൻ വരെ നമ്മൾ സെൽ ബയോളജിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുന്ന പോലെ, ടെസ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഇച്ചിരി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. All of the following are covered by lipid monolayers except option 1 lipid droplet, option 2 very low density lipoproteins, option 3 endocytic vesicles, option 4 chylomicrons. സോ ഇതിനകത്ത് നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് 3 ഓപ്ഷൻസ് എന്താണ്? ലിപ്പിഡ് മോണോ ലെയർ ആണ് എക്സെപ്റ്റ്. സോ ഒരെണ്ണം മാത്രം ലിപ്പിഡ് മോണോ ലെയർ അല്ല. സോ ഇത് നമുക്കറിയാം ലിപ്പിഡ് ബൈ ലെയർ ആണ് എൻഡോസൈറ്റിക് വെസിക്കിൾസ് ഫോം ചെയ്യുന്നതെന്ന് അറിയാം. സോ നമുക്ക് എൻഡോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? സോ എൻഡോസൈറ്റോസിസ് ഈ വെസിക്കിൾസ് ഒക്കെ എന്ത് തന്നെയാണ്? പ്ലാസ്മ മെംബ്രെയിൻ്റെ തന്നെ പാർട്ടാണ് അല്ലേ? സോ ഇത് പ്ലാസ്മ മെംബ്രെയിൻ്റെ തന്നെ പാർട്ടാണ്. സോ നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ എങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ആണ്? ബൈലിപ്പിഡ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ? സോ പ്ലാസ്മ മെംബ്രെയിൻ്റെ തന്നെ ഒരു ഇൻവാജിനേഷൻ ആയിട്ട് ഫോം ചെയ്യുന്ന വെസിക്കിളാണ് നമുക്ക് എൻഡോസൈറ്റിക് വെസിക്കിൾ എന്നറിയാം. സോ അതെങ്ങനെയാണ്? ബൈലിപ്പിഡ് ലെയർ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത് നമുക്ക് നല്ലോണം അറിയാവുന്ന കാര്യമാണ്. സോ എന്തായാലും എൻഡോസൈറ്റിക് വെസിക്കിൾ എന്താണ്? ലിപ്പിഡ് മോണോ ലെയർ ഫോം ചെയ്യത്തില്ല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എൻഡോസൈറ്റിക് വെസിക്കിൾസ് ആണ്. ഓക്കെ, സോ ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ലിപ്പിഡ് ഡ്രോപ്ലെറ്റ് ആയാലും വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസ് ആയാലും കൈലോമൈക്രോൺസ് ആയാലും ഇവർ എന്താണ്? സിംഗിൾ മോണോ ലെയർ ആണ് ഫോം ചെയ്യുന്നത്. ബിക്കോസ് ഇവരൊരു അക്വസ് ലെയറിനെ അല്ല കവർ ചെയ്യുന്നത്. സോ നമ്മൾ ഇതിന് ലിപ്പിഡ്സിൻ്റെയൊക്കെ സ്റ്റെബിലൈസേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഒരു അക്വസ് ലെയറിന് ചുറ്റിയിരിക്കുമ്പോഴാണ് ഇവർ ബൈലിപ്പിഡ് ലെയർ ഫോം ചെയ്യുന്നത്. അതാണ് അവരുടെ ഒരു സ്റ്റെബിലൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബൈലിപ്പിഡ് ലെയറിൻ്റെ ഫോർമേഷൻ ആണ്. ബട്ട് അതേസമയം ഇവരൊക്കെ ഈ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് ആയാലും വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആയാലും കൈലോമൈക്രോൺസ് ആയാലും ഇവരൊരു ലിപ്പിഡ് എൻവയോൺമെൻറ്റിനെ തന്നെയാണ് കവർ ചെയ്യുന്നത്, അക്വസ് എൻവയോൺമെൻറ്റിനെ അല്ല. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എൻഡോസൈറ്റിക് വെസിക്കിൾസ് ആണ്. സോ സിമ്പിളായിട്ട് നമുക്ക് എൻഡോസൈറ്റിക് വെസിക്കിൾസ് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഭാഗമാണെന്ന് ഓർത്താൽ തന്നെ പ്ലാസ്മ മെംബ്രെയിൻ നമുക്കറിയാം ബൈലിപ്പിഡ് ലെയർ ആണ്. അപ്പോൾ കറക്റ്റായിട്ട് ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് എൻഡോസൈറ്റിക് വെസിക്കിൾസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെംബ്രെയിൻ ക്ലാസിഫിക്കേഷൻ 2 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്തില്ല. അതിൽ നിന്ന് തന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഓർമ്മ ഉണ്ടെന്ന് നോക്കാം. സോ ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചേക്കുന്നത്. ഗിവൻ ബിലോ ആർ ഫ്യൂ ബയോളജിക്കൽ ലിപ്പിഡ്സ്. സോ കോളം എക്സിനകത്ത് ലിപ്പിഡ്സ് ആണ് തന്നിട്ടുള്ളത്. ആൻഡ് ദിയർ കെമിക്കൽ നേച്ചർ, അതിൻ്റെ കെമിക്കൽ നേച്ചറാണ് കോളം വൈയിലുള്ളത്. ഓക്കെ, സോ ഇത് നമുക്ക് മാച്ച് ആണ്, കറക്റ്റ്ലി മാച്ച് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത് നോക്കാം. ഗാലക്ടോസ് ലിങ്ക്ഡ് സെറമൈഡ്. സോ നമ്മൾ പഠിച്ചായിരുന്നല്ലേ, പാർട്ട് 2 നമ്മൾ പഠിച്ചത് ഗാലക്ടോസ് ലിങ്ക്ഡ് സെറമൈഡ്. സോ ഒരു സെറമൈഡിനകത്ത് നമ്മൾ ഗാലക്ടോസ് ഒറ്റ ഷുഗർ മോളിക്യൂളാണ് ആഡ് ചെയ്യുന്നത്. സോ നമ്മളിത് എവിടെയാണ് പഠിച്ചത്? സ്പിങ്കോസിൻ ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലൈക്കോലിപ്പിഡ്സിനകത്താണ് നമ്മൾ പഠിച്ചത്. സോ സെറമൈഡ് ഗാലക്ടോസ് ലിങ്ക്ഡ്, അതായത് ഒരു ഷുഗർ മാത്രം ലിങ്ക്ഡ് ആയിട്ടുള്ള സെറമൈഡ്സിനെ നമ്മൾ എന്തെന്നാണ് വിളിച്ചിരുന്നത്? അവിടെ നമ്മൾ അതിനെ വിളിച്ചിരുന്നത് സെറിബ്രോസൈഡ്സ് എന്നാണ് നമ്മൾ വിളിച്ചിരുന്നത്. ഓക്കെ, ഇഫ് യു റിമെമ്പർ നമ്മൾ അതിനെ സെറിബ്രോസൈഡ്സ് എന്നാണ് നമ്മൾ അവിടെ വിളിച്ചിരുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ 1 ഇസ് ഇ. സോ ഓപ്ഷൻ 1 ഇ ഇസ് 1. അപ്പം ഈ 1 എവിടെയാണ്? ഈ 1 ആകെ ഈ ഒരു ഓപ്ഷനിലേ ഉള്ളൂ. സോ ഈ ഒരു കാര്യം തന്നെ മനസ്സിലാവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. സി, ഒരു പോയിന്റിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാൻ, എന്നാൽ നമുക്ക് ബാക്കി ഓപ്ഷൻസും അറിയാം. നമ്മളിതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. സോ നെക്സ്റ്റ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഈത്തർ ലിങ്ക്ഡ് അൽക്കീൻ. സോ ഈത്തർ ലിങ്ക്ഡ് അൽക്കീൻ എവിടെയാണ് നമ്മൾ പഠിച്ചത്? പ്ലാസ്മലോജൻസിനകത്താണ് നമ്മൾ പഠിച്ചത് ഈത്തർ ലിങ്ക്ഡ് ആയിട്ടുള്ള അൽക്കീൻസ്. ഓക്കെ, വിനൈൽ ഈത്തർ ലിങ്ക്സ് ഉള്ളത് നമ്മൾ എവിടെ പഠിച്ചത്? പ്ലാസ്മലോജൻസിനകത്താണ് പഠിച്ചത്. ഓക്കെ, സോ DS2 കറക്റ്റ്, D2 ആണ്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് ട്രൈ അസൈൽ ഗ്ലിസറോൾ. സോ ട്രൈ അസൈൽ ഗ്ലിസറോൾ നോൺ പോളാർ ആയിട്ടുള്ള ലിപ്പിഡാണ് ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നോൺ പോളാർ ലിപ്പിഡ് ഇത് സ്റ്റോറേജ് ഫോം ആണ് അല്ലേ? നമ്മൾ ടാഗ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഫോമാണ്. ട്രൈ അസൈൽ ഗ്ലിസറോൾ ആണ്. അത് എന്താണ്? നമ്മുടെ ലിപ്പിഡ് ബൈലെയറിൻ്റെ പാർട്ടായിട്ട് വരുന്നതല്ല, സ്റ്റോറേജ് ഫോമാണ് ട്രൈ അസൈൽ ഗ്ലിസറോൾ. അപ്പം അതെന്താണ്? 3 ആണ്. ഓക്കെ, നോൺ പോളാർ ആയിട്ടുള്ള ലിപ്പിഡാണ് ട്രൈ അസൈൽ ഗ്ലിസറോൾ എന്ന് പറയുന്നത്. അപ്പോൾ C is 3. നെക്സ്റ്റ് എന്താണ്?
ഫോസ്ഫോകോലിൻ ഹെഡ് ഗ്രൂപ്പ്. ഫോസ്ഫോകോലിൻ ഹെഡ് ഗ്രൂപ്പ് ബാക്കിയുള്ള ഓപ്ഷൻസ് എന്താണ്? സ്പിംഗോമൈലിനും ആർക്കിയൽ മെംബ്രെയിൻ ലിപ്പിഡും ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഫോസ്ഫോകോലിൻ ഹെഡ് ഗ്രൂപ്പ് ഉള്ളത് സ്പിംഗോമൈലിനകത്താണ് ഫോസ്ഫോകോലിൻ ഹെഡ് ഗ്രൂപ്പ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, വെരി ലോങ് ബ്രാഞ്ച്ഡ് ഫാറ്റി ആസിഡ് ചെയിൻസ്. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ചെയിൻസ് നമ്മളിങ്ങനെ സ്ട്രക്ചർ പറഞ്ഞപ്പോഴും ഇങ്ങനെ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് ചെയിൻസ് ആണ് പഠിച്ചത്. എവിടെ നമ്മൾ പഠിച്ചത്? ആർക്കിയൽ മെംബ്രെയിൻ ലിപ്പിഡിനകത്താണ് നമ്മളത് പഠിച്ചത്. സോ ആർക്കിയൽ മെംബ്രെയിൻ ലിപ്പിഡിനകത്താണ് വെരി ലോങ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ചെയിൻ. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ളത് എവിടെയാണ്? ആർക്കിയൽ മെംബ്രെയിൻ ലിപ്പിഡിനകത്താണ്. അവിടെയും എന്താണ്? ഈത്തർ ബോണ്ടാണ്. ഈത്തർ ലിങ്ക്ഡ് അൽക്കീൻ അല്ല, ഈത്തർ ബോണ്ടാണ് ആർക്കിയൽ മെംബ്രെയിൻ ലിപ്പിഡിനകത്തും ഉള്ളത്. ഓക്കെ, സോ എൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് B5 ആണ്. അതേപോലെ തന്നെ A4 ആണ്. സോ എൻ്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 3. ഓക്കെ, സോ എല്ലാം ഓർമ്മ വരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രാപ്പ് ടെക്നിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ ഫോട്ടോ ബ്ലീച്ചിങ് നമ്മൾ ആഫ്റ്റർ റിക്കവറി ഈ ഒരു പ്രോസസ്സ് നമ്മൾ പഠിച്ചായിരുന്നു. സോ ആ ഒരു ടെക്നിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ട്രാൻസ്മെംബ്രെയിൻ റിസെപ്റ്റർ പ്രോട്ടീൻ എക്സ്. ഒരു ട്രാൻസ്മെംബ്രെയിൻ ആയിട്ടുള്ള റിസെപ്റ്റർ പ്രോട്ടീൻ ആണ് എക്സ്. പിന്നെ ഉള്ളത് ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ ബൗണ്ട് ടു ആക്റ്റിൻ സൈറ്റോസ്കെലിറ്റൻ. രണ്ട് പ്രോട്ടീൻസ് ആണ് എക്സ് ആൻഡ് വൈ. ഒന്ന് ട്രാൻസ്മെംബ്രെയിൻ ആണ്, മറ്റൊന്ന് എന്താണ്? ട്രാൻസ്മെംബ്രെയിനുമാണ് കൂടെ തന്നെ ആക്റ്റിനുമായിട്ട് ബൗണ്ട് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ പ്രോട്ടീൻ ആണ്. സോ ഇതിനെല്ലാം ഫ്ലൂറസെന്റ് ടാഗ് ചെയ്തിട്ടുണ്ട് ഇൻ എ സെൽ. സോ ഫ്ലൂറസെന്റ് റിക്കവറി ആഫ്റ്റർ ഫോട്ടോ ബ്ലീച്ചിങ് ആ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തു. നമുക്കറിയാം ആ എക്സ്പെരിമെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. സോ ആ എക്സ്പെരിമെൻറ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഏത് റിസൾട്ട് ആയിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ റെപ്രസെന്റ് ദ മോസ്റ്റ് ലൈക്ലി ഔട്ട്കം ഓഫ് ദിസ് എക്സ്പെരിമെന്റ്. എന്തായിരിക്കും ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഔട്ട്കം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1, ഫ്ലൂറസെൻസ് ഓഫ് ബോത്ത് പ്രോട്ടീൻസ് വിൽ ബി റിക്കവേർഡ് അറ്റ് ദ സെയിം ടൈം. ആണോ? അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്. സോ നമ്മൾ പഠിച്ചത് എന്താണ്? ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസിനേക്കാളും ഏതൊക്കെ പ്രോട്ടീൻസ് ആണോ സൈറ്റോസ്കെലിറ്റനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അവർ പതുക്കെ മൂവ് ചെയ്യത്തുള്ളൂ. അവരുടെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നില്ലെന്ന് നമുക്ക് പറയാം. ബിക്കോസ് അവർ സൈറ്റോസ്കെലിറ്റനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ നമുക്കറിയാം പെരിഫറൽ പ്രോട്ടീൻസ് ആണെങ്കിൽ ഈസിലി മൂവ് ചെയ്യും. പെരിഫറൽ പ്രോട്ടീൻസ് ആണെങ്കിൽ ഈസിലി മൂവ് ആവും. അവർ പെട്ടെന്ന് തന്നെ റിക്കവർഡ് ആവും. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻസിനകത്ത് തന്നെ എത്ര തവണ മെംബ്രെയിൻ സ്പാൻ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാം. ഒരു തവണയാണെങ്കിൽ അവർക്ക് ഇച്ചിരി കൂടെ ഫ്ലൂയിഡിറ്റി കാണും, 2-3 തവണയാണെങ്കിൽ കുറവായിരിക്കും അവരുടെ ഫ്ലൂയിഡിറ്റി. പിന്നെ നമ്മൾ പഠിച്ചത് ഈ ആക്റ്റിൻ അല്ലെങ്കിൽ സൈറ്റോസ്കെലിറ്റനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ് നല്ല കുറവായിരിക്കും. ഓക്കെ, സൈറ്റോസ്കെലിറ്റൻ അറ്റാച്ച്ഡ്. അപ്പം ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഓർഡർ എന്ന് വരുന്നത്. സോ പെരിഫറൽ പ്രോട്ടീൻസ് അതേപോലെ ലിപ്പിഡ്സ് ഒക്കെ ഈസിലി ഫ്ലൂയിഡിറ്റി കാണിക്കുന്നതാണ്. ഓക്കെ, സോ ഓപ്ഷൻ 1 അല്ല എന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ഫ്ലൂറസെൻസ് ഓഫ് എക്സ് വിൽ ബി റിക്കവർഡ് ലേറ്റർ ദൻ വൈ. ആണോ? ഫ്ലൂറസെൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ട്രാൻസ്മെംബ്രെയിൻ മാത്രമാണ്. അത് കഴിഞ്ഞിട്ടല്ലായിരിക്കും ട്രാൻസ്മെംബ്രെയിൻ പ്രോട്ടീൻ വിത്ത് ആക്റ്റിൻ സൈറ്റോസ്കെലിറ്റൻ റിക്കവർ ആവുന്നത്. അല്ല. സോ ആദ്യം റിക്കവർ ആവാൻ പോകുന്നത് എക്സ് ആണ്. സോ ഇതെന്തായാലും ഇറ്റ്സ് റോങ്. ഫ്ലൂറസെൻസ് ഓഫ് വൈ വിൽ ബി റിക്കവർഡ് ലേറ്റർ ദെൻ എക്സ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആദ്യം റിക്കവർ ചെയ്യാൻ പോകുന്നത് എക്സ് ആണ് ആദ്യം റിക്കവർ ചെയ്യുന്നത്. ബിക്കോസ് അവർ ട്രാൻസ്മെംബ്രെയിൻ റിസെപ്റ്റർ പ്രോട്ടീൻ ആണ്, പക്ഷെ അവർ ആക്റ്റിനുമായിട്ട് അല്ലെങ്കിൽ സൈറ്റോസ്കെലിറ്റൻ എലമെൻറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടില്ല. അപ്പം വൈ ആയിരിക്കും പിന്നീട് റിക്കവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ റിക്കവറി ടൈം വെച്ചിട്ടാണ് നമ്മൾ പറയുവാണെങ്കിൽ വൈ വിൽ ടേക്ക് മോർ ടൈം ടു റിക്കവർ. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗിവൻ ബിലോ ആ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ ദ ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻ ട്രാൻസ്പോർട്ട്. സോ ഇൻട്രാസെല്ലുലാർ പ്രോട്ടീൻ ട്രാൻസ്പോർട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിന് സി പാർട്ടി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണ്? 5 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നോക്കാം നമുക്ക്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? പ്രോട്ടീൻ ഡെസ്റ്റിൻഡ് ഫോർ ലൈസോസോം are tagged with mannose-6-phosphate group in the Golgi, which is recognized by M6P receptor in the trans-Golgi network. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എല്ലാ പോർഷനും കറക്റ്റ് ആണോ? ലൈസോസോമിനെ ടാഗ് ചെയ്തിരിക്കുന്നത് mannose-6-phosphate വെച്ചിട്ടാണ്. കറക്റ്റാണ്. ഇതാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ mannose-6-phosphateന്റെ റിസെപ്റ്റർ ട്രാൻസ്-ഗോൾഗി നെറ്റ്വർക്കിലാണെന്ന് നമുക്കറിയാം. സോ ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് എ കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെൻറ്റ് എ കറക്റ്റാണ്.
Statement B നോക്കാം. SRP directly mediates the insertion of proteins into the mitochondrial membrane. സോ ഇവിടെ പറഞ്ഞേക്കുന്നത് SRP മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ പ്രോട്ടീൻ്റെ ഇൻസേർഷന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ അങ്ങനെയാണോ പഠിച്ചത്? അല്ലല്ലോ. SRP നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിച്ച ഒരു കോൺസെപ്റ്റ് ആയിരുന്നല്ലേ. സോ SRP കോ ട്രാൻസ്ലേഷണൽ ട്രാൻസ്ലൊക്കേഷൻ ERൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനകത്ത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റെക്കഗ്നിഷൻ ആണ്. സോ ഇത് എവിടെയാണുള്ളത്? ഈ SRP എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനകത്തുള്ളതാണ്. സിഗ്നൽ പെപ്റ്റൈഡിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന പാർട്ടിക്കിളാണ് സിഗ്നൽ റെക്കഗ്നിഷൻ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അതിന് റിസീവ് ചെയ്യുന്ന റിസപ്റ്ററാണ് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനകത്തുള്ളതെന്ന് നമുക്കറിയാം. സോ ഈ ഒരു SRP വന്നത് എവിടെയാണ്? എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷനകത്താണ് വരുന്നത്. കോർ ട്രാൻസ്ലൊക്കേഷനകത്താണ് ഈ ഒരു പ്രോസസ്സ് വരുന്നത്. മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ അറ്റാച്ച് ചെയ്യാനല്ല എന്ന് നമുക്ക് അറിയാം. സോ B is a wrong statement. Third statement നോക്കാം. The KDEL receptor in the ER. Okay, KDEL receptor in the ER and Golgi apparatus works in retrieving soluble ER resident protein that's have accidentally moved to the Golgi. Correct ആണോ? KDEL നമ്മൾ എവിടെയാണ് പഠിച്ചത്? KDEL എന്ന് പറയുന്ന സീക്വൻസ് ERൽ നിന്ന് അറിയാണ്ട് തെറ്റായിട്ട് ഗോൾഗിയിലോട്ട് ട്രാൻസ്പോർട്ടായ പ്രോട്ടീൻസിനെ റിട്രീവ് ചെയ്യാനുള്ള സിഗ്നലായിട്ട് തന്നെയാണ് നമ്മൾ പഠിച്ചത്. അപ്പം C is correct option. Okay. Next D statement നോക്കാം. The cargo proteins that need to be exported from the ER are packed into COP2 vesicles based on the presence of the ER export signal in the cytoplasmic tail. കറക്റ്റ് ആണോ? കാർഗോ പ്രോട്ടീൻസിനെ ERൽ നിന്ന് ഗോൾഗിയിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് COP2 വെസിക്കിൾസിലാണോ? കറക്റ്റാണ്. കാർഗോ പ്രോട്ടീൻസിനെ COP2 വെസിക്കിൾസ് വെച്ചിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ D is also correct. Statement E നമുക്ക് നോക്കാം. Clathrin coated vesicles are primarily involved in vesicle trafficking between the Golgi and ER. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? സോ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ നിന്ന് ഗോൾഗിയിലോട്ട് പോകുന്നത് COP2 ആണെന്ന് നമുക്കറിയാം. എന്നാൽ തിരിച്ചു വരുന്നത് COP1 ആണ്. ഇവിടെ എവിടെയാണ് ക്ലാത്രിൻ? സോ ക്ലാത്രിൻ മീഡിയേറ്റഡ് ട്രാൻസ്പോർട്ട് നമുക്കറിയാം ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്ക് തൊട്ട് പിന്നീട് വരുന്നത്. ഇത് ട്രാൻസ് ഗോൾഗി നെറ്റ്വർക്ക് ആണെങ്കിൽ അതിൽ നിന്ന് പിന്നീട് വരുന്ന ട്രാൻസ്പോർട്ടിനകത്താണ് നമുക്ക് മെയിനായിട്ട് ക്ലാത്രിൻ കോട്ടഡ് വെസിക്കിൾസിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ക്ലാത്രിൻ കോട്ടഡ് പ്രോട്ടീൻ ആണ് ഗോൾഗി ടു ER ട്രാൻസ്പോർട്ടിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അല്ല, ഇത് തെറ്റാണ്. ഓക്കെ. സോ നമ്മൾ പഠിച്ചായിരുന്നു COP1, COP2 ആൻഡ് ക്ലാത്രിൻ എവിടേക്കാണ് വരുന്നതെന്ന് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ചായിരുന്നു. സോ എന്തായാലും നമുക്ക് ഇത് തെറ്റാന്ന് നമുക്ക് എന്തായാലും അറിയാം. സോ ഓപ്ഷൻ E തെറ്റാണ്, ബിയും തെറ്റാണ്. സോ ഓപ്ഷൻ E ഉള്ളത് ഇവിടെ ഉണ്ട്, ഓപ്ഷൻ E ഇവിടെ ഉണ്ട്. സോ ഓപ്ഷൻ A, C and D ആണ് കറക്റ്റ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A, C and D. ഓക്കെ. സോ റൈറ്റ് ആൻസർ ഇസ് A, C and D. സോ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. During the most common form of the protein glycosylation in the ER, a preformed precursor oligosaccharides which is transferred as a complete unit to the asparagine residue in the protein is. So നമ്മൾ ഗ്ലൈക്കോസിലേഷൻ എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്ത് ആദ്യം പഠിച്ചതായിരുന്നു നമ്മൾ ഗ്ലൈക്കോസിലേഷൻ്റെ കാര്യം, ലിങ്ക്ഡ് ഗ്ലൈക്കോസിലേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം നേരത്തെ പ്രിഫോംഡ് ആയിട്ടുള്ള ഒരു ഒലിഗോസാക്രൈഡ് ആണ് ആസ്പെറജിൻ റെസിഡ്യൂവിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇമേജ് വെച്ചിട്ട് തന്നെ നമ്മളത് ക്ലിയർ ആയിട്ട് പഠിച്ചായിരുന്നു. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന എന്താണ്? ആ കോമ്പിനേഷൻ, ആ ഗ്ലൈക്കോസിലേഷൻ്റെ പ്രീഫോംഡ് ആയിട്ടുള്ള ഒലിഗോസാക്രൈഡിൻ്റെ കോമ്പിനേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? നമ്മളുടെ കയ്യിൽ മാനോസ് ഉണ്ടായിരുന്നു, ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു, നാഗും ഉണ്ടായിരുന്നു, N-അസിറ്റൈൽ ഗ്ലൂക്കോസ് അമീനും ഉണ്ടായിരുന്നു, മാനോസും ഉണ്ടായിരുന്നു, ഗ്ലൂക്കോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം 2 നാഗായിരുന്നു, 9 മാനോസും 3 ഗ്ലൂക്കോസും ആയിരുന്നു. ഓക്കെ, ആ ഇമേജ് വെച്ചിട്ട് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു 2 നാഗായിരുന്നു, അത് പിന്നെ 9 മാനോസും 3 ഗ്ലൂക്കോസും ആണ്. സോ ഈ ഗ്ലൂക്കോസ് ആണ് പിന്നെ നമുക്ക് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലത്തിനകത്ത് പ്രോട്ടീൻസിൻ്റെ ഫോൾഡിങ്ങിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ 3 ഗ്ലൂക്കോസ് ആണെന്നും നമ്മൾ പഠിച്ചായിരുന്നു. സോ ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 2 ആണ്. 2 നാഗ്, 9 മാനോസ് ആൻഡ് 3 ഗ്ലൂക്കോസ്. ഓക്കെ. സോ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.